വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ കോഴ്സ് ചെയ്യുന്നത് ഇറങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത് അത്ര എളുപ്പമല്ല എന്നുള്ളത്. പർട്ടിക്കുലർലി ഇപ്പൊ ഈ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ലേൺ വൈസിന്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു. മറ്റേ ലാസ്റ്റ് മൊമെന്റിലൊക്കെയാണ് ഈ അസൈൻമെന്റ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അപ്പൊ മാം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, കണ്ടുമുട്ടി എഴുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അത്യാവശ്യം ആ ഒരു രീതിയിൽ തന്നെയാണ്. എത്ര മണിവരെയൊക്കെ രാത്രി ഇരുന്ന് എഴുതിയെന്നൊന്നും ഓർമ്മയില്ല. പിന്നെ ബ്രാഞ്ചിലൊക്കെ പോയിരുന്ന് എഴുതിയിട്ടുണ്ട്. കിട്ടുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടൈമില് വീട്ടിലിരുന്നിട്ട് ഒരു സബ്ജക്ട് എഴുതും, ബ്രാഞ്ചിൽ പോയിരുന്ന് വേറൊന്ന് എഴുതും, വേറൊരു സമയത്ത് വേറൊന്ന് എഴുതും. അങ്ങനെ 2-3 ഒരുമിച്ച് എഴുതിയിട്ടൊക്കെ പലതും എവിടെ വെച്ചിരിക്കുന്നത് ഏതാ പേപ്പർ എന്നൊന്നും ഓർമ്മയില്ലാണ്ട് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അതൊരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തത് ലേൺ വൈസിന്റെ ഇത് ഉണ്ടായിരുന്നില്ലെങ്കിൽ, അസൈൻമെന്റ് സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു. ഫസ്റ്റ് സെമ്മിന്റെ എക്സാമിന്റെ കേസ് പറയുകയാണെങ്കിൽ അത് ഒറ്റ എക്സാം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ ഡ്യൂ ടു വേരിയസ് വർക്ക് പ്രഷർ. അപ്പൊ അത് അത്യാവശ്യം നന്നായിട്ട് അതെങ്കിലും എഴുതണം എന്നുള്ള ഒരു ഇതില് അത് മാത്രമേ പഠിച്ചുള്ളൂ. അത് പാസ്സായി. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇത് എഴുതിയായിരുന്നെങ്കിൽ, സമയം കിട്ടുമായിരുന്നെങ്കിൽ അതൊക്കെ എഴുതായിരുന്നു എന്നുള്ളത്. അത് മിസ്സായി പോയി. സെക്കൻഡ് സെമ്മിന് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, എഴുതാൻ ടൈമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും പല റീസൺസ് അഗെയിൻ പഠിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ ആ ബുക്ക് ഫുള്ളായിട്ട് പഠിക്കണം എന്നൊക്കെ വിചാരിച്ച ഒരാളായിരുന്നു. ലാസ്റ്റ് അതൊന്നും നടന്നില്ല. അഗെയിൻ ലേൺ വൈസിന്റെ ആ PYQ മാത്രം നോക്കിയിട്ട് അതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയി. അത് മാത്രമാണ് എഴുതിയത്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും, അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്ന, അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടൊരു ഓർമ്മയെങ്കിലും ഉണ്ടായിരുന്നു എവിടെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടുണ്ടെന്നുള്ളത്. പിന്നെ അത്യാവശ്യം നമ്മുടേതായിട്ടുള്ള ഓൺവേർഡ്സിലൊക്കെ കുറെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോ റിസൾട്ട് വരുമ്പോൾ അറിയാം. പിന്നെ ഞാൻ ഫീൽ ചെയ്തത് എക്സാം സെന്ററിൽ പോയിട്ട് നമ്മളിത് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പം എന്ത് എഴുതണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മളിത് ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തതെങ്കിൽ എഴുതാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ എഴുതാൻ പറ്റുമായിരുന്നു എന്നുള്ളത് എക്സാം സെന്ററിൽ പോയിട്ട് പലപ്പോഴും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് തിരുത്തണം എന്നുണ്ട് ഇപ്പൊ ഇനി തേർഡ് സെമ്മിലേക്ക് പോകുമ്പം. അറ്റ്ലീസ്റ്റ് അപ്പം ആ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. എക്സാമിന്റെ തലേദിവസം മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിയത്. അപ്പം ഇന്ന് മുതൽ ഞാൻ അത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനോ എന്താ അത് കറക്റ്റായിട്ട് പഠിക്കാന്നുള്ളത് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു വിശ്വാസം ഉണ്ട് ഇപ്പൊ.